പാഠ്യപദ്ധതിയിൽ ലഹരിവിരുദ്ധ പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്താനായി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് ആബിദ് ഹുസൈൻ തങ്ങൾ MLA പറഞ്ഞു. ലഹരി നിർമ്മാർജ്ജന സമിതി കോട്ടയ്ക്കൽ മണ്ഡലം കമ്മിറ്റി നൽകിയ നിവേദനം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു MLA. പ്രൈമറി തലം മുതൽ കോളേജ് തലം വരെയുള്ള പാഠ്യപദ്ധതിയിൽ ലഹരിവിരുദ്ധ പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്താൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തും. വിദ്യാർത്ഥികളിൽ ചെറുപ്പം മുതലേ ലഹരിക്കെതിരെ അവബോധം സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ ഒരു പരിധിവരെ പ്രതിരോധം തീർക്കാൻ സാധിക്കുമെന്നും MLA പറഞ്ഞു. ലഹരി നിർമ്മാർജ്ജന സമിതി കേരളത്തിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ നടത്തുന്നു. ലഹരി വല്ലാത്തൊരു പ്രയാസകരമായ അനുഭവമായി നാട് മുഴുവൻ അനുഭവപ്പെടുകയാണ്. നമ്മുടെ കുട്ടികളാണ് അതിൽ ഏറ്റവും കൂടുതൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സ്കൂളുകളിലും കോളേജുകളിലും. അപ്പം അത് പരിഹരിക്കണം എന്നുള്ളത് എല്ലാവരുടെയും ആവശ്യമാണ്. അതിനാവശ്യമായി ലഹരി നിർമ്മാർജ്ജന സമിതി വെക്കുന്ന ഒരു തീരുമാനം അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം പാഠപുസ്തകങ്ങളിൽ താഴെത്തട്ടിൽ നിന്നുള്ള പാഠപുസ്തകങ്ങളിൽ തന്നെ ലഹരി നിർമ്മാർജ്ജന പ്രവർത്തനത്തിൻ്റെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കുട്ടികൾക്ക് വളരെ ചെറുപ്പത്തിലേ അതിൻ്റെ ബോധനം നൽകുന്നതിന് വേണ്ടിയിട്ട് ഒരു നിലപാട് ഉണ്ടാകണം എന്നാണ് വിദ്യാഭ്യാസ വകുപ്പിനോട് അവർ ആവശ്യപ്പെടുന്നു. MLA മുഴുവൻ അവർ കാണുന്നുണ്ട്, അത് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അത് പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്താനുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കണമെന്നതാണ് അവരുടെ ആവശ്യം. അത് ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ജനപ്രതിനിധി എന്ന നിലയിൽ ഞങ്ങളൊക്കെ നടത്തുകയും ചെയ്യും. അതോടൊപ്പം തന്നെ പുതിയ മത്സ്യശാലകളും ബ്രൂവറികളും ഒക്കെ പുതിയതായി തുടങ്ങുകയാണ് കേരളത്തിൽ ഇത്തരം പ്രയാസകരമായ കാലഘട്ടത്തിൽ. ഇപ്പോൾ കാടാമ്പുഴയിൽ തന്നെ പുതിയ അവിടെ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രമുണ്ട്, സ്കൂളുകളുണ്ട്, നിരവധി സ്ഥാപനങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ തൊട്ടടുത്തായി ഒരു പുതിയ മദ്യശാല കൂടി തുടങ്ങാൻ പോകുന്നു എന്നത് ഖേദകരമായ വസ്തുതയാണ്. നാട്ടുകാരൊക്കെ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് ശക്തമായി അതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഉയരുകയും ഉണ്ടാകുകയും ചെയ്തു. അത് അവിടെ തുടങ്ങാതിരിക്കാൻ ആവശ്യമായ നടപടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാകണമെന്ന് ലഹരി നിർമ്മാർജ്ജന സമിതി നാട്ടുകാരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതും ഗവൺമെൻറ്റിൻ്റെയും മന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ്. ലഹരി നിർമ്മാർജ്ജന സമിതി സംസ്ഥാന വർക്കിംഗ് അധ്യക്ഷൻ OK കുഞ്ഞിക്കോമു, മണ്ഡലം ഭാരവാഹികളായ KM അബ്ദുറഹ്മാൻ, K സിദ്ദിഖ് ഹാജി, K മുജീബ് റഹ്മാൻ, നൂറുൽ ആബിദ് നാലകത്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത്. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി. പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ്. കനക ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തനത്താണി. മാറുന്ന ലോകം, മാറ്റത്തിനൊപ്പം.